അമ്മയാണല്ലോ. ഹലോ ഹലോ, എന്താ അമ്മ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എന്താ അമ്മ വിളിച്ചത്? പിള്ളേര് വരുന്നെന്ന് പറഞ്ഞല്ലോ, എന്തായി? അവരിന്ന് വരുന്നമ്മേ. എപ്പോഴാ എത്തുക? ചോറിനേക്കുണ്ടാകുമോ? അവർ കുറച്ച് കഴിഞ്ഞിട്ടങ്ങ് വരും. ചോറിനേക്ക് കണക്കാക്കിക്കോ. അവരെങ്ങനെയാ വരുന്നത്? ഒന്നിക്കൽ ജോണിച്ചാൻ അല്ലെങ്കിൽ ജോജോ, ഇവരാരെങ്കിലും കൊണ്ടാക്കും. അവരുടെ കൂടെ നിനക്കും ഒന്ന് വന്ന് നിന്നുകൂടെ? എന്ത് ചെയ്യാനാ അമ്മേ, ജോണിച്ചാന്റെ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണ്ടേ. ഞാൻ പിന്നെ വന്ന് നിന്നോളാം. പിള്ളേര് 3 വരുന്നുള്ളൂ, ജോജോ വരുന്നില്ലേ? ഇല്ല അമ്മേ, അവൻ നിക്കില്ല. അവനിക്ക് ഓഫീസ് ഉള്ളതല്ലേ. എന്താന്നറിയില്ല, 3-4 ദിവസം സ്കൂൾ ലീവാ, അതുകൊണ്ട് വിടുന്നത് പിള്ളേരെ. ഇപ്പൊ ഓണത്തിന്റെ ലീവ് വരില്ലേ, അന്നേരം ഇടത്തെയും പിള്ളേരൊക്കെ വരുന്നില്ലേ. ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും വരാൻ നോക്കാം. അച്ഛന് സുഖമല്ലേ അമ്മേ? അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ. പിള്ളേർ അങ്ങോട്ട് വന്നിട്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമോ? പണിക്കൊക്കെ ആളുണ്ട് അവിടെ. നീ ഒന്ന് പോടി. നീ എന്തായി പറയുന്നത്? പിള്ളേര് വന്നാൽ ബുദ്ധിമുട്ടോ? ഞാനും നിന്റെ അച്ഛനും ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഇങ്ങനെ എപ്പെങ്കിലും മക്കൾ വരുന്നതല്ലേ ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം. അല്ല, അവിടെ പണിക്കാരാ ഉള്ളത്? പുറം പണിക്കും മാമ്പണിക്കൊക്കെ ഇവിടെ ആളുണ്ട്. നീ എന്ന് അവരോട് മഴയുടെ മുന്നേ ഒന്ന് ഇറങ്ങാൻ പറ. ശരിയമ്മേ, ഞാൻ അവരെ പെട്ടെന്ന് അയക്കാൻ നോക്കാം. എന്നാ ശരി, വെക്കട്ടെ. എന്നാ ആയിക്കോട്ടെ, വെച്ചോ. ആരായിരുന്നു ലക്ഷ്മി ഫോണിൽ? അത് അമ്മയായിരുന്നു ജോണിച്ച. എന്താ വിശേഷം? ഒന്നുമില്ല, പിള്ളേർ എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചു വിളിച്ചതാ. നീ എന്ത് പറഞ്ഞു? ഞാൻ ചോറിനൊക്കെ കണക്കാക്കി അയക്കാമെന്ന് പറഞ്ഞു. എല്ലാം നിങ്ങളാണോ കൊണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജോജോയോ? എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ജോജോ പോകുമ്പോൾ ആക്കിക്കോട്ടെ. ഇന്നലെ രാത്രി പോണ്ടാന്ന് പറഞ്ഞതല്ലേ? നീ പിള്ളേരോട് പറഞ്ഞോ പോടേ എന്നുള്ള കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് മക്കളൊക്കെ നല്ല സന്തോഷത്തിലുള്ളത്. ശരിക്കും ഇന്നലെ രാത്രി അവരെന്താ കളിച്ചത് ജോണിച്ചാ? പോട്ടടി, പിള്ളേരല്ലേ. ഞാൻ പിന്നെ വെറുതെ അങ്ങനെ പറഞ്ഞതാ. നീ എന്നാ പോയിട്ട് ഈ ആർച്ചയുള്ള സമയത്ത് അവരെ പെട്ടെന്ന് ഇറക്കാൻ നോക്ക്. കുറച്ചു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. അമ്മയും പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അയക്കാൻ നോക്കാം. 3 പേരോടും കൂടി പറയുകയാ, മുത്തശ്ശിയെയും മുത്തശ്ശനെയും അതും ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത് കേട്ടോ. ഇല്ല ദിയ, നീ ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇവരോട് പറ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ. ശംഖു, തുമ്പി, 2 പേരും ദിയ ചേച്ചി പറയുന്നത് അനുസരിക്കണം, മനസ്സിലായോ? പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാതെ കുളത്തിലേക്കൊന്നും പോകരുത്. ബന്ധു വീട്ടിലേക്ക് താമസിക്കാൻ പോകുമ്പോൾ പല അപകടവും ഉണ്ടാവാറ്. അതുകൊണ്ട് 3 പേരും നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മേ. ആരാ പറഞ്ഞ അമ്മ ഒറ്റയ്ക്കാണെന്ന്? ചാച്ചനും ജോജോയും ഒക്കെ ഇല്ലേ. അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. രാത്രിയെ തുടങ്ങി ഇക്കാര്യം പറഞ്ഞു. അല്ല പിന്നെ, നിങ്ങളെ പോലെയാണ് പിന്നെ വേണ്ടത്. അവക്ക് അമ്മയോട് കൂടുതൽ സ്നേഹം. അവളും അമ്മയെ വെറുതെ സോപ്പിടുന്നതാ. അവൻ അവിടുന്ന് പറഞ്ഞോട്ടെ. അമ്മയെക്കാരനോട്, അമ്മയുടെ തുമ്പിമോക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ചാച്ചനോടും അമ്മയോടും നല്ല സ്നേഹമുണ്ട്. എന്താ പോരെ? നല്ല മഴയുടെ കോളുണ്ട്. ഇവൻ എവിടെ പോയി? എടാ ജോജോ, പിള്ളേരിത് കാത്തു നിൽക്കുന്നു. നീ എന്താ വരാത്തത്? അമ്മേ, ചാച്ചൻ വന്നാ പറഞ്ഞ ഞങ്ങൾ പോയെന്ന കാര്യം. ഞാൻ പറഞ്ഞോളാം. എടാ ജോജോ, നീ എന്താ വരാത്തത്? ഞാനിതാ വരുന്നമ്മേ. ഞാൻ റെഡി, പോകാം. നീ എന്താക്കിയതാ? എത്ര സമയമായി കാത്തു നിൽക്കുന്നു? ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയതാ. അയ്യോ, മഴ പെയ്തു. ഒന്ന് പെട്ടെന്ന് നടക്കാൻ നോക്ക്. ആറ് പുറത്താ ഉള്ളത്. എന്നാ വന്നോ. 3 പേര് പെട്ടെന്ന് വാ, മഴ കൊള്ളല്ല.